പ്രാക്ടിക്കൽ പ്രോബ്ലം 3 പ്ലീസ്. ബി ആണ് കൺസൈനർ. ആരാ? ബി. 100 കാൽക്കുലേറ്റർ, ഓരോന്നിനും എത്ര രൂപ? 190 കോസ്റ്റിലാണ് അല്ലേ. ബി ഇൻകേർഡ് എക്സ്പെൻസ് 500 ഓൺ ഡിസ്പാച്ച് ഓഫ് സച്ച് ഗുഡ്സ്. ഡിസ്പാച്ച് ചെയ്യുക പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷനും ഇൻഷുറൻസ് ഒക്കെയാണ് ഉദ്ദേശിച്ചത്. എ എന്നുള്ള ആളാണ് ആര്? കൺസൈനിങ്. ഇൻഫോംഡ് ബി ദാറ്റ് എത്ര കാൽക്കുലേറ്റർ വിറ്റ്? 68 കാൽക്കുലേറ്റർ 280 രൂപയ്ക്കും 11 കാൽക്കുലേറ്റർ എത്ര രൂപയ്ക്കാണ്? 270 വിറ്റ്. എന്നിട്ട് അയാൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? 1520 ഓൺ ബിഹാഫ് ഓഫ് ദ കൺസൈനർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഓക്കെ. ഓൺ ഡിമാൻഡഡ് കാൽക്കുലേറ്റർ വൺ ഡാമേജ്ഡ് കാൽക്കുലേറ്റർ വാസ് സോൾഡ് ഫോർ റുപ്പീസ് എത്ര? 50 അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ കൺസ്യൂമർ. അപ്പോൾ ഇത് നമുക്കൊരു പോയിന്റ് മനസ്സിലാക്കണം. ഇവിടെ എന്തുണ്ട്? ഒരു അബ്നോർമൽ ലോസ് ഉണ്ട്. എത്ര കാൽക്കുലേറ്ററാണ്? 1 യൂണിറ്റ്സ്, ഒരെണ്ണേ ഉള്ളൂ. അതിൻ്റെ കോസ്റ്റ് തന്നെ എത്ര രൂപ ഉണ്ട് നമുക്കറിയാം, 190 അല്ലേ. എത്ര രൂപയ്ക്ക് വിറ്റു? 50. കുഴപ്പമുണ്ടോ? നിങ്ങളാണെങ്കിൽ വിൽക്കോ? 190 രൂപ ഡാമേജ് ചെയ്ത കാൽക്കുലേറ്റർ 50 രൂപയ്ക്ക് വിൽക്കോ? ഇല്ലല്ലോ, നമ്മൾ വിൽക്കില്ല. എന്നിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? പൂജിക്കും അല്ലേ. എടാ കാൽക്കുലേറ്റർ അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, അത് വിറ്റൂടെ. വിൽക്കാതിരുന്നാൽ 190 രൂപയും നഷ്ടമല്ലേ. ഇപ്പം 190 ഉള്ളത് 50 രൂപ ഒരു ആശ്വാസമായിട്ട് 140 റുപ്യല്ലേ നഷ്ടം വന്നുള്ളൂ. യെസ്. അപ്പോൾ അതൊക്കെ ആ സെയിൽസൊക്കെ ഡാമേജ് ചെയ്ത അക്കൗണ്ട് ഉണ്ടാക്കാൻ പറയുന്നുണ്ട് ഇവിടെ. അബ്നോർമൽ ലോസിൻ്റെ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. എ വാസ് എൻറ്റൈറ്റിൽഡ് ടു കമ്മീഷൻ 6% ഓൺ ഗ്രോസ് സെയിൽസ് ആൻഡ് ഇൻക്ലൂഡ് ഡെലിക്രിഡർ കമ്മീഷൻ. ഓക്കെ അല്ലേ. അപ്പോൾ ഈ 6% എന്തുണ്ട്? ഡെലിക്രിഡറും കൂടെ ഉണ്ട്. സെപ്പറേറ്റ് നമുക്ക് അറിയില്ല, വേണ്ട. എ കുഡ് റിക്കവർ ഓൺലി 250 ഫ്രം കസ്റ്റമർ ടു ഹൂം 1 കാൽക്കുലേറ്റർ ഹാസ് ബീൻ സോൾഡ് ഓൺ ക്രെഡിറ്റ് ബേസിസ് ഫോർ 280. അപ്പോൾ 280 രൂപയ്ക്ക് വിറ്റതാണ്. അയാൾ എത്ര തന്നിട്ടുള്ളൂ? 250. അപ്പോൾ 30 രൂപ ഏത് വരും? ബാഡ് ഡെപ്റ്റ് വരും. ബാഡ് ഡെപ്റ്റ് 30 രൂപയാണ് എന്ത് വരാം? ബാഡ് ഡെപ്റ്റ്. ഓൾ അതർ സെയിൽസ് ആർ മെയ്ഡ് ഓൺ ക്യാഷ്. അപ്പോൾ ഇവിടെ ക്യാഷും ഉണ്ട്, പിന്നെ ഏതുണ്ട്? ക്രെഡിറ്റും ഉണ്ട്, ഡെപ്റ്റേഴ്സും ഉണ്ട്. ഓക്കെ അല്ലേ. ക്യാഷ് സെയിൽസും വരുന്നുണ്ട്, പിന്നെ ആർക്കുണ്ട്? ഡെപ്റ്റേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്? ഓക്കെ. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ ഒന്നേ ഉള്ളൂ ഈ 280, ബാക്കിയൊക്കെ ഏതായിരിക്കും? ക്യാഷ് ആയിരിക്കും. ഷോ ദ ലെഡ്ജർ അക്കൗണ്ട് ഇൻ ദി ബുക്സ് ഓഫ് ബോത്ത് പാർട്ടീസ്. രണ്ടുപേരും പറയുന്നത് കാൽക്കുലേഷൻ മേ ബി മെയ്ഡ് ടു ദ നിയറസ്റ്റ് റുപ്പി. റുപ്പിയിലേക്ക് റൗണ്ട് ചെയ്യാനാണ് പറയും. വേറെ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, ഇത് കാണാതെ പലരും പോവും. അസ്യൂം ദാറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ കൺസൈനി ആർ റെക്കറിങ് ഇൻ നേച്ചർ. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ 1500 രൂപയല്ലേ. ഇത് ഏതാണെന്നാണ് പറഞ്ഞാൽ? റെക്കറിങ് ഇൻ നേച്ചർ. അങ്ങനെ പറഞ്ഞാൽ അത് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ എടുക്കില്ല. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഡാമേജിൻ്റെ പോസിബിളായ എല്ലാ അക്കൗണ്ടും ഇവിടെ എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. സമയം എടുക്കില്ല. ആദ്യം ആരുടെ? ഇൻ ദി ബുക്സ് ഓഫ് ബി എടുക്കാം. പ്രാക്ടിക്കൽ പ്രോബ്ലം 3 അല്ലേ. ഇൻ ദി ബുക്സ് ഓഫ് ബി ആദ്യത്തെ അക്കൗണ്ട് ഏതാനാവട്ടെ? കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഓക്കെ. ആരുടെ അക്കൗണ്ട് വേണം? പിന്നെ കൺസൈനി. ആരാ കൺസൈനി? എസ് അക്കൗണ്ട്. പിന്നെ ഗുഡ്സ് ഡാമേജ് ചെയ്തില്ലേ, അതുണ്ടാക്കാം. ഗുഡ്സ് ഡാമേജ്ഡ് അക്കൗണ്ട്. ഗുഡ്സ് ഡാമേജ്ഡ് അക്കൗണ്ട് പറയുമ്പോൾ അത് തന്നെയാണ് അബ്നോർമൽ ലോസ് അക്കൗണ്ട്. അബ്നോർമൽ ലോസ് അക്കൗണ്ട്.
റെഡിയാണോ? ക്വസ്റ്റ്യൻ എടുത്തോളൂ, വായിക്കൂ, 1 by 1 ആയി വായിക്കൂ. റിലാക്സ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാം. ഡെബിറ്റ് ക്രെഡിറ്റ് ഇടാൻ മറക്കേണ്ട അക്കൗണ്ടുകൾക്ക്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പറ ആദ്യം. ബി കൺസൈൻ ചെയ്യുന്നു 100 അല്ലേ, 190 അല്ലേ. അപ്പോൾ എൻട്രി എന്താ വരെ പറയും? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്ത് എഴുതണം? ടു ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ്. എത്രയാണ്? 100 കാൽക്കുലേറ്റർ അല്ലേ. ഒരു കാൽക്കുലേറ്ററിന് എത്ര വെച്ച്? 190. അപ്പോൾ ടോട്ടൽ എത്ര വരും? 19,000. സ്പീഡാക്ക്. ക്വസ്റ്റ്യൻ കാണുന്നില്ല? അടുത്ത ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്ത് വായിക്കും. ബിയുടെ എക്സ്പെൻസ് 500 ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ 2 ഏതാണ്? എൻട്രി എന്താ? കൺസ്യൂമൻ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് 500. കണ്ടിന്യൂ അല്ലേ. എ വിറ്റ കണക്കായിനി. അപ്പോൾ എൻട്രി എന്താ വരിക? എസ് അക്കൗണ്ട് അപ്റ്റഡ് ടു കൺസ്യൂമൻറ്റ്. ഇവിടെ എന്ത് എഴുതണം? ബൈ എസ് അക്കൗണ്ട് എഴുതണം. ശ്രദ്ധിക്കണം, 68 കാൽക്കുലേറ്റർ എത്ര രൂപയ്ക്ക് വെക്കുന്നത്? 280. അപ്പോൾ എത്ര വരും? 1940. 04 അല്ലേ. ദെൻ 11 കാൽക്കുലേറ്റർ എന്ത് ചെയ്യാണ്? റേറ്റ് കുറച്ചിട്ടാണ് കൊടുത്ത് 270. അപ്പോൾ എത്ര വരും? 2970. അങ്ങനെ ടോട്ടൽ എത്ര വരും പുറത്തേക്ക്? 22,10. മക്കളെ, ഇത് ഏടെ അക്കൗണ്ടിൽ എഴുതാൻ മറക്കരുത്. എന്ത് പറഞ്ഞ് എഴുതണം? ടു കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 22,010 എഴുതാം. റിലാക്സ്. അടുത്തേതാ? ക്വസ്റ്റ്യൻ വായിക്കൂ. 1520 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? കൺസൈനർ ചിലവഴിച്ചിട്ടുണ്ട്. അല്ല, കൺസൈനർക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. അതിൻ്റെ എൻട്രി എന്താ വരാം? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു എസ് അക്കൗണ്ട് കൺസൈനി എസ് 1520. ഇത് ഇവിടെ എഴുതും, പക്ഷേ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ എടുക്കരുത്, ബിക്കോസ് ഇറ്റ്സ് എ റെക്കറിങ് എക്സ്പെൻസ്. അപ്പോൾ കൺസൈൻമെൻറ്റിൽ ടു എസ്. എയിൽ എന്ത് എഴുതണം? ബൈ കൺസൈൻമെൻറ്റ് 1520. പോലെ മുന്നോട്ട് പോവാം. ഇനി ഡാമേജ് വരുന്നതിനാണ് അല്ലേ. 50 രൂപയുടെ ഒരു കാൽക്കുലേറ്റർ എന്ത് ചെയ്ത് 50 രൂപയ്ക്ക് വിറ്റതാണ്. അപ്പോൾ നമുക്കറിയാം, വർക്കിംഗ് നോട്ട് നമ്പർ 1 ആയിട്ട് എഴുതാം. വർക്കിംഗ് നോട്ട് നമ്പർ 1. വെൻ ഗുഡ്സ് ഡാമേജ്ഡ് അപ്പോൾ എൻട്രി എന്ത് എഴുതേണ്ടത്? നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു. അബ്നോർമൽ ലോസ് അക്കൗണ്ട് അപ്റ്റഡ് ടു കൺസ്യൂമർ. ഈ അബ്നോർമൽ ലോസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ ഗുഡ്സ് ഡാമേജ് ചെയ്തല്ലേ, അങ്ങനെ തന്നെ എഴുതാം. എന്തെഴുതാം? ഗുഡ്സ് ഡാമേജ്ഡ് അക്കൗണ്ട് അപ്റ്റർ. ഈ ഗുഡ്സ് ഫയർ ആണെങ്കിൽ എന്താണ്? ലോസ് ബൈ ഫയർ എഴുതണം. അങ്ങനെ പലതും എഴുതാം. ഗുഡ്സ് ഡാമേജ്ഡ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഏതാണ് പറയും? കൺസൈൻമെൻറ്റ്. എത്ര വരാം?
190. ഒരു കാൽക്കുലേറ്റർ ഇവിടെ എത്താൻ 190 വന്ന്. 190 ഏതിൻ്റെയാണ്? അതിൻ്റെ കോസ്റ്റ് അല്ലേ? അതുകൊണ്ട് കൊണ്ടുവരാനുള്ള പൈസയുടെ പ്രപ്പോർഷൻ വേണ്ടേ? എത്ര റുപ്യ ട്രാൻസ്പോർട്ടേഷൻ വന്ന്? 500 അല്ലേ? അപ്പോൾ ഒരെണ്ണത്തിന് എത്ര വരും? 5 റുപ്യ വരും. അപ്പോൾ 190 + 5 195 ഒരു കാൽക്കുലേറ്ററിൻ്റെ വാല്യൂ. സംശയം ഉണ്ടോ? സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. എങ്ങനെ ചെയ്യാം? ടോട്ടൽ എമൗണ്ട് 19,000 അല്ലേ? പ്ലസ് എത്ര രൂപ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്? 500. അങ്ങനെ 19,500 എത്ര കാൽക്കുലേറ്റർ അവിടെ എത്തിയത്? 100. അതിലൊരെണ്ണല്ലേ ഡാമേജ് ആയത്? അപ്പോൾ ഇൻറ്റു 1 അടിച്ചാൽ പോരെ? എത്ര വരും? 195. നിങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ലേ? സംഭവം കിട്ടിയില്ലേ? കൊണ്ടുവരാനുള്ള പൈസയും കൂടെ കൂട്ടിയിട്ട് വേണം എന്ത് കാണാൻ? കോസ്റ്റ് കാണാൻ, വാല്യൂ ചെയ്യാൻ. കിട്ടിയാ? 195 വരെ എത്തിയില്ലേ? ഇനി നേരെ 195 ഇതുകൊണ്ട് പോസ്റ്റ് ചെയ്യാം. 2 അക്കൗണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഏത് അക്കൗണ്ടാണ്? ഗുഡ്സ് ഡാമേജർ അക്കൗണ്ടിൽ എന്തെഴുതാം പറയും? ടു കൺസൈൻമെൻറ്റ്. ഗുഡ്സ് ഡാമേജർ അക്കൗണ്ടിൽ എന്തെഴുതാം? ടു കൺസൈൻമെൻറ്റ് 195. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്തെഴുതാം? ബൈ ഗുഡ്സ് ഡാമേജ്ഡ് 195. ഓക്കെ. ഇനി നമ്മൾ മനസ്സിലാക്കണം, 195 രൂപയോളം വില വരുന്ന കാൽക്കുലേറ്റർ എത്ര രൂപയ്ക്കാണ് നമ്മൾ വിറ്റത്? 150. ഡാമേജ് ഉണ്ടായിരുന്നു, 50 രൂപ. അപ്പോൾ വിറ്റാനുള്ള എൻട്രി എന്തായിരിക്കും? ക്യാഷ് ഇൻക്രീസ് ചെയ്യുക അല്ലേ? വെൻ ഡാമേജ്ഡ് ഗുഡ്സ് സോൾഡ്. വെൻ ഡാമേജ്ഡ് ഗുഡ്സ് സോൾഡ് നിങ്ങൾ പറയും ക്യാഷ് വരും അല്ലേ? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ഏതാ? എടാ ഇപ്പോൾ ഏതിൽ നിന്നാണ് കുറയാ? ഈ 195 ടു ഏതാണ്? ഗുഡ്സ് ഡാമേജ്ഡ് അക്കൗണ്ട് 50/50. ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ഗുഡ്സ് ഡാമേജ്ഡ് അക്കൗണ്ട് 50/50. ഇവിടെ ഒരു തെറ്റുണ്ട്. ഇതാരെ വിറ്റ്? അല്ലേ വിറ്റ്? അപ്പോൾ നമുക്ക് പൈസ കിട്ടില്ലല്ലോ. ആർക്കാ പൈസ കിട്ടിയിട്ടുണ്ടാവുക? അപ്പോൾ ആരെ പേര് എഴുതിയാൽ മതി? കൺസൈനി അക്കൗണ്ട് എഴുതിയാൽ മതി. ഏസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് ഡാമേജ് അല്ലേ? എന്നല്ലേ? ആദ്യം ഏസ് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് എന്തെഴുതാം? ടു ഗുഡ്സ് ഡാമേജ്ഡ് എഴുതാം 50. ഗുഡ്സ് ഡാമേജിൽ എന്തെഴുതാം? ബൈ ഏസ് അക്കൗണ്ട് വെറുതെ എത്ര എഴുതാം? 50. ഓക്കെ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, കമ്മീഷൻ 6 റുപ്യ, അത് ഈ സാധനത്തിൻ്റെ മുകളിലും കൊടുക്കണ്ടേ നമ്മൾ? ഇപ്പോൾ ഈ വിറ്റ ഗുഡ്സ് ഡാമേജ് എന്തെങ്കിലും കൊടുക്കണ്ടേ? അയാളിത് പറഞ്ഞാൽ അയാൾ വിൽപ്പന നടത്തി അതിൻ്റെ എത്ര കൊടുക്കുന്ന പറഞ്ഞത്? 6% കൊടുക്കുന്നല്ലേ പറഞ്ഞു. അപ്പോൾ 50 റുപ്യക്ക് ഈ സാധനം വിറ്റതിനും കമ്മീഷൻ വേണ്ടേ? പറയും. ഡാമേജ് ആണെങ്കിൽ അയാൾ വിറ്റല്ലേ? മനസ്സിലായില്ല? കൺസൈനി പൈസ കൺസൈനർക്ക് കൊടുക്കില്ലല്ലോ എന്നാ അങ്ങനെ ഇവിടെ പറഞ്ഞില്ല. കൊടുക്കില്ലെങ്കിൽ എന്തിനാ കൺസൈനിനെ ഇയാൾ ഡെബിറ്റ് ചെയ്ത്? അയാൾ തരണം എന്ന് പറഞ്ഞിട്ടല്ലേ ഡെബിറ്റ് ചെയ്യണം ചെങ്ങായേ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സെയിൽ ചെയ്തപ്പോൾ എന്താ എൻട്രി എഴുതിയേ? അല്ലേ? അതേപോലെ തന്നെയല്ലേ ഇതും. ഇവിടെ സെയിൽ ചെയ്ത് സാധാ ഗുഡ്സ് സെയിൽ ചെയ്ത്, അപ്പം എൻട്രി എന്താ?
AS അക്കൗണ്ട് അപ് ടു കൺസ്യൂമർ. മറ്റേ ഇതിൽ നിന്ന് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 195 രൂപയുടെ സാധനം വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എൻട്രി ഇവിടെ എന്ത് എഴുതി, AS അക്കൗണ്ട് അപ് ടു ഗുഡ്സ് ഡാമേജർ എഴുതി. അല്ലെങ്കിൽ ഇവിടെ എന്ത് എഴുതും, AS അക്കൗണ്ട് അപ് ടു കൺസ്യൂമർ എഴുതും. ഓക്കെ അല്ലേ? കയ്യിൽ നിന്ന് പോയാ 50 റുപ്യ കമ്മീഷൻ കൊടുക്കണ്ടേ? എഗ്രി ചെയ്യുന്നുണ്ടോ? വേണ്ടെന്നാണോ? വേണമെന്നല്ലേ? യെസ്. അപ്പോൾ ഇത് വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 2. Commission at 6%. Commission at 6% is also applicable on damaged goods sold. Also applicable on damaged goods sold. എത്ര വരും? 50-ന്റെ 6%. 3. യെസ്. ഇതിൻ്റെ ജേണൽ എൻട്രി പറയണം. ഈ 3 രൂപ കമ്മീഷൻ്റെ എന്ത് വേണം? ജേണൽ എൻട്രി പറയണം. സാധാരണ കമ്മീഷൻ്റെ എൻട്രി എന്താ? കൺസ്യൂമൻ്റ് അക്കൗണ്ട് അപ് ടു ആരെ കമ്മീഷൻ്റെ ആള് കമ്മീഷൻ എങ്ങനെ എഴുതാം? മറ്റാളുടെ പറയില്ല, ഇപ്പം നമ്മൾ ഇയാളുടെ ആണ്. ഓക്കെ അല്ലേ? സാധാരണ എന്ത് എഴുതപ്പോൾ കൺസ്യൂമൻ്റ് അക്കൗണ്ട് അപ് ടു ഏതാണ്? AS അക്കൗണ്ട് അല്ലേ? ഇവിടെ കൺസ്യൂമൻറ്റിലല്ല ഇത് കിടക്കുന്നത്. എവിടെ കിടക്കുന്നത്? ഗുഡ്സ് ഡാമേജ്ഡ് അക്കൗണ്ടില്ല. അപ്പോൾ ഇവിടുത്തെ എൻട്രി ശ്രദ്ധിച്ചോ, എന്താ വരിക? ഗുഡ്സ് ഡാമേജ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? AS അക്കൗണ്ടാണ്. എത്ര എമൗണ്ട്? 3 രൂപ. ഓക്കെ. ഗുഡ്സ് ഡാമേജ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു AS അക്കൗണ്ട്. എഴുതല്ലേ? അപ്പോൾ 2 അക്കൗണ്ട് പോസ്റ്റ് ചെയ്യണം അല്ലേ? ഗുഡ്സ് ഡാമേജ്ഡ് അക്കൗണ്ടിൽ 2 എന്താണ്? AS അക്കൗണ്ട് 3. അതേപോലെ എയുടെ അക്കൗണ്ടിൽ ബൈ ഗുഡ്സ് ഡാമേജ്ഡ് 3. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതി വെക്കാം. കമ്മീഷൻ ഓൺ ഏതിൻ്റെ മുകളിലാണ്? സെയിൽ ഓഫ് ഡാമേജ്ഡ് ഗുഡ്സ്. മറ്റേ കമ്മീഷൻ നമ്മൾ എഴുതിയിട്ടില്ല അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ 6% ഏതിനും കൂടെ എഴുതണം? കൺസ്യൂമൻറ്റ്. മറ്റേ കൊടുക്കുമ്പോൾ ഏതാ? 2 ഏതാ? കൺസ്യൂമൻ്റ് അക്കൗണ്ട് ടു AS അക്കൗണ്ട്. എങ്ങനെ കാണാം? 22,010 ഇൻറ്റു 6%. എത്ര വരും? 13,000. ഇവിടെ എന്തെഴുതണം? ബൈ കൺസ്യൂമൻ്റ് അക്കൗണ്ട് പറഞ്ഞിട്ട് 1321. ആര് ഹാപ്പിയാണ്? A ഹാപ്പിയാണ്. Aക്ക് 3 റുപ്യയും പിന്നെ ഇതും കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? എന്താണെങ്കിലും Aയിൽ ക്രെഡിറ്റ് കയറിയില്ലേ? ഈ രണ്ടും അല്ലേ? കുഴപ്പമില്ലാത്ത ഗുഡ്സ് വിറ്റപ്പോൾ 1321 കമ്മീഷൻ. ഡാമേജ് ഉള്ളതിന് എത്ര? ഒരു 3 റുപ്യ കമ്മീഷനും കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിൽ അടുത്ത വളരെ രസകരമായൊരു ഭാഗമാണ് അടുത്ത് വരാനുള്ളത്. എത്ര? എന്താ സാധനം? വായിച്ചോ. A could recover only 250 from a customer to whom one calculator have been sold on credit rupees 280. 280 എന്ത് ചെയ്യാണ്? വിറ്റതാണ്. അയാൾ എത്ര റുപ്യ തരുള്ളൂ? 200. അപ്പം 30 രൂപ എന്തുണ്ട്? ബാഡ് ഡെപ്റ്റ് ഉണ്ട്. ഇത് ആരുടെ ബാഡ് ഡെപ്റ്റാണ്? കൺസ്യൂമർ.
നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ബോധരാണോ? വേണ്ട. പക്ഷെ കൺസൈനിയുടെ ബുക്കിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ബോധരാവണം. ഇനി വേറെ ഒന്നുമില്ലല്ലോ, എല്ലാം ആയില്ലേ? ഈ ക്ലോസിങ് സ്റ്റോക്ക് ഉണ്ടോ? ഇല്ല. ഉറപ്പാ? എത്രയാണ് കാൽക്കുലേറ്റർ കൊടുത്ത്? ഇനി വിൽക്കാണ്ട. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 3. വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ആദ്യം ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ട് എന്ന് അറിയണ്ടേ? എത്ര യൂണിറ്റാണ് വിറ്റ് സെൻഡ് ചെയ്ത്? 100 അല്ലേ? അതിൽ 100 അല്ലേ? അതിൽ എത്ര യൂണിറ്റാണ് പോയത്? 68 പോയി. പിന്നെ 68 എങ്ങനെ പോയത്? 68 പിന്നെ 11 വിറ്റില്ലേ? അതുപോലല്ലേ? എന്താടേ 68 മൈനസ് ഏതാ? 11. 1 പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡാമേജ് ആയിട്ടും പോയിട്ടുണ്ട്. ഇനി വരുന്നതാണ് നമ്മുടെ ക്ലോസിങ്. എത്ര വരും അപ്പോൾ? 20 യൂണിറ്റ്. അപ്പോൾ നമ്മുടെ അടുത്ത് എന്തുള്ളത്? ക്ലോസിങ് ഉള്ളത്. ഓക്കെ അല്ലേ? നേരത്തെ കണ്ട പോലെ വളരെ ഈസി ആയിട്ട് കാണാം. ഓർക്കണ്ട എങ്ങനെ? ടോട്ടൽ കോസ്റ്റ് മൈനസ് ഏതാണ്? അബ്നോർമൽ ലോസിൻ്റെ അല്ലെങ്കിൽ ഇവിടെ ഡാമേജ് ഡിവൈഡഡ് ബൈ എത്രയാണ്? ഇതൊക്കെ ചെയ്തിട്ട് കിട്ടുന്നത് ഇൻറ്റു എത്രയാണ്? 20. കാണിച്ചേട്ടെ, ഒന്ന് ശ്രദ്ധിക്കോ? ഇത് സെയിൽ ചെയ്താണല്ലോ അല്ലേ? ഓക്കെ, സോറി. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര വരിക? അത് 100 എണ്ണത്തിന് എത്ര വരുന്നുണ്ട്? 19,000 റുപ്യ വന്നുണ്ട് അല്ലേ? പ്ലസ് ഒരാളുടെ എത്ര? 500 രൂപ അല്ലേ? ട്രാൻസ്ഫറല്ലേ? കൺസൈനറുടെ എത്ര? 500 അല്ലേ? കൺസൈനറുടെ പൈസ എടുക്കോ? ഇല്ല. ഏതാ? റെക്കറിങ് ആണ്. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ഗുഡ്സ് എത്ര? 195 അല്ലേ? അല്ലടാ, ഇതിന് നമുക്ക് എന്ത് പറയാം? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാം. ഇതിൽ നിന്ന് എന്ത് പറയും? അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഏതാ? ഡാമേജ്ഡ് ഗുഡ്സ്. ഓക്കെ അല്ലേ? ഇൻറ്റു നമുക്കറിയാം എത്ര യൂണിറ്റാണ്? 20 യൂണിറ്റാണെന്നറിയാം. ഇനി എത്ര യൂണിറ്റിൻ്റെ പ്രൈസാണ് ഈ സംഭവം? നിങ്ങൾ എത്ര യൂണിറ്റാണ്? 100 യൂണിറ്റ് അല്ലേ ട്രാൻസ്ഫർ ചെയ്ത്? 100 അല്ലേ ഫസ്റ്റ് സെൻഡ് ചെയ്ത്? അതിൽ ഒരെണ്ണല്ലേ ഡാമേജ് വന്നുള്ളത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? നോമിനേറ്ററിൽ നിന്ന് 195 കുറയ്ക്കുമ്പോൾ ആ 195 ഈക്വൽ ആയിട്ടുള്ള യൂണിറ്റും കുറയ്ക്കണ്ടേ? അപ്പോൾ എത്ര വരിക? ഇവിടെ താഴത്തെ എത്ര വരിക? 99. ചെയ്ത് നോക്കുമ്പോൾ 19,500 മൈനസ് 195. 19,500 മൈനസ് 195 ഡിവൈഡഡ് ബൈ 99 ഇൻറ്റു 20. 3,900 ചെയ്തൂടെ? 19,500 മൈനസ് 195 ഡിവൈഡഡ് ബൈ 99 ഇൻറ്റു 20. 3,900 വരും. മൈനസ് വരാം. 3,900 അല്ലേ? 3,900 നേരെ ഇവിടെ കൊണ്ടിട്ട് എഴുതാം. ബൈ അല്ലേ? വിത്ത് ആരുടെ കയ്യിലാണ്? കൺസൈനി. 3,900. ഇതൊന്ന് ബാലൻസ് ചെയ്തേ. കൺസ്യൂമൻ്റ് അക്കൗണ്ട് $26,105 ടോട്ടൽ.
3764 കറക്റ്റാണ്. 2 P&Lലേക്കുള്ള എമൗണ്ട്. ഏഡ് അക്കൗണ്ട് 22,010 + 50 22,060 - 1,520 - 3 - 1,321 19,216 ബൈ ബാലൻസ് ക്യാരിഡോ. ഗുഡ്സ് ഡാമേജറുണ്ട് 195 + 3 ടോട്ടൽ എത്ര? 198 അല്ലേ? 198 റുപ്യ നമുക്ക് എന്തുണ്ട് ഒന്ന് നോക്കും. ഇവിടെ 198 റുപ്യ എന്നാണ് നമുക്ക് നഷ്ടം വന്നു അല്ലേ? അപ്പോൾ ഇയാളുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ 195 റുപ്യ എന്താണ് സാധനത്തിൻ്റെയും, പിന്നെ 300 റുപ്യ എക്സ്ട്രാ അതിന് എന്തും കൊടുക്കണം അയാൾ കമ്മീഷനും കൂടെ 198 അല്ലേ? അതിൽ 50 റുപ്യ അയാൾക്ക് ആശ്വാസം തന്നു. അപ്പോൾ 148 റുപ്യാണ്. ഇത് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? ബാക്കിയുള്ളത് P&L അക്കൗണ്ടിലേക്ക് അല്ലേ? സംശയിച്ചല്ലോ. P&L അക്കൗണ്ടിലേക്ക് പോകും. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനി കഴിഞ്ഞില്ല? ഏതൊരു നോക്കി എഴുതി വെക്ക്. കൂട്ടും കുറയ്ക്കല്ല ഇപ്പം നിങ്ങളുടെ പ്രശ്നം. ഇൻ ദി ബുക്സ് ഓഫ്, അടുത്ത ഹെഡിങ് ഇൻ ദി ബുക്സ് ഓഫ് ആരാ? കൺസൈനി. ആരാ കൺസൈനി? എ. ബിയുടെ അക്കൗണ്ട് ഉണ്ടാക്കും അല്ലേ? കൺസൈനറുടെ അക്കൗണ്ട് ഉണ്ടാക്കും. പിന്നെ ബാഡ് ഡെപ്റ്റൊക്കെ വരുന്ന കാരണം കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ അക്കൗണ്ട് ഉണ്ടാക്കാം. പുതിയൊരു അക്കൗണ്ടാണ്, വലിയ ഇതുള്ളതൊന്നുമല്ല. കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ അക്കൗണ്ട്. പിന്നെ കമ്മീഷൻ്റെ അക്കൗണ്ട് കൂടെ ഉണ്ടാക്കാം. കമ്മീഷൻ്റെ അക്കൗണ്ട് നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്യാം, എന്നിട്ട് ചെയ്യാം. ഇത് മാത്രം നോക്കാം. ഓരോ ട്രാൻസാക്ഷനും വീണ്ടും പറയേണ്ടി വരും. ഫസ്റ്റ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഇവിടെ എൻട്രി ഉണ്ടാ? ഇല്ലല്ലോ. യെസ്. ബി എക്സ്പെൻസ് ഇൻക്വയർ ചെയ്ത എയുടെയിൽ എന്ത് എൻട്രിയാ? ബി സെയിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം എൻട്രി ഉണ്ട്. ഓക്കെ അല്ലേ? ഈ പൈസ ആർക്ക് കൊടുക്കേണ്ടതാ? ഇയാളെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് കിട്ടും. ആ ക്യാഷ് ആർക്ക് കൊടുക്കണം? ബിക്ക് കൊടുക്കണം. പക്ഷെ ക്യാഷ് ഫുള്ളായിട്ട് കിട്ടൂല. ഇല്ല, കിട്ടുമോ? ഇല്ല, കുറച്ചേ പൈസ കിട്ടുള്ളൂ. എത്രയാണ് പൈസ കിട്ടാത്തതെന്ന് മനസ്സിലാക്കണം. 280 ഏതിനാണ്? ക്രെഡിറ്റിനാണ് കിട്ടിയുള്ളത്. എന്നിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഓൾ അതർ സെയിൽസ് വെർ മെയ്ഡ് ഓൺ ക്യാഷ് ബേസിസ്. അപ്പം മൊത്തം സെയിൽസ് 22,010 അല്ലേ? അല്ലടാ, എന്നല്ലേ 22,010. അതിൽ 280 ഏതാണ്? ക്രെഡിറ്റാണ്. ബാക്കിയുള്ളത് ഏതാണ്? ക്യാഷാണ്. അപ്പോൾ ഇയാൾക്ക് ക്യാഷ് കിട്ടുന്ന എത്ര ഉള്ളൂ? ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുന്നത് 22,010 നിന്നും 280 കുറച്ചിട്ടുള്ള എമൗണ്ട് എത്ര വരും? 21,730. ഓക്കെ അല്ലേ? ബാക്കി ഡെപ്റ്ററാണ് എമൗണ്ട് അല്ലേ? പക്ഷേ കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ ആയതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡെപ്റ്ററിന് മുന്നേ എന്തും കൂടെ ചേർക്കുക, കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ എന്ന് പറയും. അപ്പോൾ ബൈ ഏതാണ്? കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ. കാര്യം മനസ്സിലായില്ലെങ്കിൽ സാധാരണ നമ്മൾ വിൽക്കുമ്പോൾ എൻട്രി എന്താ വരിക? ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ക്യാഷിനാണെങ്കിൽ എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. പക്ഷേ ഇയാൾക്ക് ടു സെയിൽസ് എന്ന് എഴുതാൻ കഴിയില്ല. കാരണം അയാളുടെ ഇങ്കല്ല, അത് മറ്റൊരാളുടെ ഇങ്കാണ്. അപ്പോൾ അയാൾക്ക് പൈസ ഇയാൾ എന്ത് ചെയ്യും? കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും.
അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് ബൈ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. 280 ഓക്കെ അല്ലേ. അപ്പോൾ കൺസൈൻമെൻറ്റ് ഡെപ്റ്ററിൽ എന്തെഴുതണം? കൺസൈൻമെൻറ്റ് ഡെപ്റ്ററിൽ എന്തെഴുതണം? ടു ബീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതണം? 280 എഴുതണം. സംശയം ഉണ്ടോ? യെസ്. അടുത്തേതാ? ബൈക്ക്. പിന്നെ ഒരു 50 രൂപയുടെ സാധനം എന്ത് ചെയ്യുന്നുണ്ട്? വേറെ വിൽക്കുന്നില്ലേ അയാൾ? ഡാമേജ്ഡ് സാധനം വിൽക്കുന്നില്ലേ അല്ലേ? അത് ഡാമേജ്ഡ് അല്ലാന്നുണ്ടെങ്കിലും അയാൾ പൈസക്കല്ലേ വിറ്റുണ്ടാവുക. അപ്പോൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് വീണ്ടും എത്ര രൂപ വരണം? 50 രൂപ വരണം. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതുന്നത് എന്താണ്? ഡാമേജ്ഡ് ഗുഡ്സ് സെയിലാണ്. ഇതിൻ്റെ എൻട്രി എന്ത് വരിക? ക്യാഷ് അക്കൗണ്ട് അപ് ടു കൺസൈനർ. ഈ 50 റുപ്യ ആർക്ക് കിട്ടി? എക്ക് കിട്ടി. ഇനി ആർക്ക് കൊടുക്കണം? ബിക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് എൻട്രി എന്ത്? ക്യാഷ് അക്കൗണ്ട് അപ് ടു എന്ത് വന്നത്? ബീസ് അക്കൗണ്ട്. സോറി, അല്ല ബീസ് അക്കൗണ്ട്. തെറ്റിപ്പോയാ? ആരെ 2 എസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ്? അല്ല, ഇതിലെന്താ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എസ് എന്ന് പറഞ്ഞ പോലെ തോന്നുന്നു. ഇനി അടുത്ത എക്സ്പെൻസ് എത്ര? 1520 ആര് ഇൻക്വയറി ചെയ്യുന്നുണ്ട്? എ അല്ലേ. ആർക്ക് വേണ്ടിയിട്ടാണ്? ബി. അപ്പോൾ എയുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ഇനി ആ പൈസ ആര് തരണം? ബി തരണം. അപ്പോൾ എൻട്രി എന്താ? ബീസ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. എമൗണ്ട് എത്രയാ? 1520. ഓക്കെ അല്ലേ. ഇനി അടുത്ത് എങ്ങനെ പോട്ടെ? കാൽക്കുലേറ്റർ സെയിൽ ചെയ്തു അല്ലേ? 50 റുപ്യ. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ എ വാസ് എൻഡിൽ ടു കമ്മീഷൻ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ എൻട്രി എന്താ? ബി ആ പൈസ തരണം എക്ക് അല്ലേ. ബി ആരാവും? അസറ്റാവും. ബീസ് അക്കൗണ്ട് അപ് ടു ഏതാണ്? കമ്മീഷൻ. ഇവിടെയാണ് കമ്മീഷൻ റിസീവ്ഡ് എഴുതുന്നത്. എത്ര എമൗണ്ട് വരും? ഒക്കെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചുള്ളല്ലേ. എത്ര വരും? ശ്രദ്ധിച്ച് പറയണം. കമ്മീഷൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ പറയും കമ്മീഷൻ 1321 മാത്രം പോരല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എക്ക് ഇവിടെ കൊടുക്കാണ്ട് എന്നുള്ള രീതിയിൽ 3ഉം പിന്നെ എത്രയാണ്? 1321. ഇങ്ങനെ ഡാമേജ്ഡ് ഗുഡ്സിൻ്റെ കമ്മീഷനെന്നും നോർമൽ ഗുഡ്സിൻ്റെ കമ്മീഷനെന്നൊന്നും ആർക്കറിയണ്ട? എക്കറിയണ്ട. എക്ക് കമ്മീഷൻ കിട്ടിയത്. അപ്പോൾ എയുടെ കമ്മീഷനിൽ എഴുതുമ്പോൾ എന്തെഴുതണം? 2 കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് 1324 എഴുതണം. മനസ്സിലായ? 1321 പ്ലസ് ഏതാണ്? 3 രൂപ. മൊത്തത്ര എമൗണ്ട് ആര് തരണം? നിങ്ങൾ അയാളെ പേഴ്സ്പെക്റ്റീവ് ചിന്തിച്ചാൽ മതി. എക്ക ബി എത്ര രൂപ തരണം കമ്മീഷൻ വകയിൽ? 1324. അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ അക്കൗണ്ടിൽ നമുക്ക് എന്തെഴുതാം? ബൈ ബീസ് അക്കൗണ്ട് 1324 എഴുതാം. ഓക്കെ അല്ലേ. ഇനി അടുത്ത സാധനം ഏതാ? കസ്റ്റമറുടെ ബാഡ് അപ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ബാഡ് അപ്റ്റ് സാധാരണ നമുക്കറിയാം. ബാഡ് അപ്റ്റ് വരുമ്പോൾ എൻട്രി എന്താ? എത്ര ബാഡ് അപ്റ്റ് എമൗണ്ട് ഉള്ളത്? 30 രൂപ അല്ലേ അല്ലടാ. ഓക്കെ, ഇത്രയും എമൗണ്ട് ആർക്ക് കൊടുക്കേണ്ടി വരും? സാധാരണത്തെ എൻട്രി എന്താ എഴുതാം? ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരാ? ഡെപ്റ്റേഴ്സ്. സോറി, കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ. എത്ര എമൗണ്ട്? 30. അപ്പോൾ ഡെപ്റ്ററിൽ എന്തെഴുതണം? ബൈ ബാഡ് ഡെപ്റ്റ്. എത്ര? 30. ഞാൻ ചോദിക്കട്ടെ, ഈ ബാഡ് ഡെപ്റ്റ് ആരുമായി ബന്ധപ്പെട്ട ബാഡ് ഡെപ്റ്റാണ്? കൺസൈനർ ഈ ബാഡ് ഡെപ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമുക്ക് കമ്മീഷൻ തരുന്നത്. അപ്പോൾ ഈ ബാഡ് ഡെപ്റ്റ് എന്ന എക്സ്പെൻസ് കമ്മീഷൻ എന്ന ഇൻകത്തിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഇവിടെ രണ്ടും ഒരാളുമായി ബന്ധപ്പെട്ടല്ലേ. ഈ എക്സ്പെൻസ് 30 രൂപ. അപ്പോൾ കമ്മീഷൻ എത്ര എമൗണ്ട് എന്ന് പറയണ്ടല്ലോ. ഈ കമ്മീഷൻ ആ സാധനം സെറ്റ് ചെയ്തൂടെ? കമ്മീഷൻ ഏതാ ബാലൻസ്? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ. ഇതിനേതാ ബാലൻസ്? ഡെബിറ്റ് അല്ലേ. ഞാൻ ക്യാൻസൽ ചെയ്യാൻ ഡെബിറ്റ് ഉള്ളതിന് ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ഉള്ളതിന് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ബാഡ് ഡെപ്റ്റിന് എന്ത് ചെയ്താൽ മതി? 2 എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ബാഡ് ഡെപ്റ്റ് എത്രയാ? 30. കമ്മീഷൻ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാ? 30. പോസ്റ്റ് ചെയ്യാം കമ്മീഷനിൽ. 2 ഏതാണ്? ബാഡ് ഡെപ്റ്റ്. എത്ര എമൗണ്ട്? 30. കമ്മീഷൻ്റെ എമൗണ്ട് കുറഞ്ഞു അല്ലേ. 1324. 1324 നിന്ന് 30 കുറച്ച് എത്ര വരും?
1294. ഇതെങ്ങോട്ട് ട്രാൻസ്ഫർ ആണ്? നമ്മുടെ നെറ്റ് കമ്മീഷൻ. ഇതെവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാ? P&L. ഇയാളുടെ P&L അക്കൗണ്ടിൽ എന്തെഴുതണം? ബൈ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ എൻട്രി അങ്ങനല്ലേ? എന്ത് എൻട്രി? കമ്മീഷൻ അക്കൗണ്ട് അപ് ടു P&L. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഈ ചെയ്തൊന്ന് നോക്കിയേ, ഒന്ന് സെറ്റാക്കിയ ഈ 2 എൻട്രി. അതോ ഒരേ ആളിൽ നിന്നുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസും ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഇൻകം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഓക്കെ അല്ലേ? പോട്ടെ. അടുത്തത് കൺസ്യൂമറിൻ്റെ ഡെപ്റ്റർ കാര്യം തീരുമാനിക്കാം. 280 തരാനുള്ള ആൾ എത്ര രൂപ തന്നിട്ടുണ്ട്? 30 തന്നിട്ടുള്ളൂ. അല്ല, 250 തന്നിട്ടുണ്ട് ക്വസ്റ്റിൽ പറഞ്ഞല്ലേ. ഡെപ്റ്റർ കയ്യിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റർ. അപ്പോൾ ഇവിടെ എന്തെഴുതണം? ബൈ ക്യാഷ് 50. ഇതിൽ ബാലൻസ് ഫിഗർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. 280 ആൾക്ക് വിറ്റു. ഇവിടെ 250 ഓക്കെ. 280 വിറ്റു. 30 രൂപയുടെ തന്നില്ല. എത്ര തന്നു? 250 തന്നു. തീരുമാനം. ബിയുടെ അക്കൗണ്ട് ഒന്ന് വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് തരാണ്ട? ബിയുടെ അക്കൗണ്ടിൽ ഇല്ല, ബാലൻസ് ചെയ്തു. അക്കൗണ്ട് പറഞ്ഞുതരാം, 1 മിനിറ്റ്. ചാർജ് 21,730 പ്ലസ് 280 പ്ലസ് 50 മൈനസ് 1,520 1,324. ഇതന്നെയല്ല മുകളിലും കിട്ടിയ 19,216. ചെയ്തൂടെ? 19,216 ടു ബാലൻസ് ക്യാരി. ദാറ്റ്സ്